الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ഡിസംബർ 6-ാം തീയതിയാണ്. പല ഓർമ്മകളും നമ്മളുടെ മനസ്സുകളിലൂടെ മിന്നിമായുന്നുണ്ടായിരിക്കാം. 1996 ഡിസംബർ 6-നാണ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവച്ച ബാബരി മസ്ജിദിന്റെ ധ്വംസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ ഇത്ര പിന്നിട്ട് വരുമ്പോൾ ഫാഷിസം അതിന്റെ നിയമപീഠങ്ങളിൽ വരെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മറ്റു പള്ളികളിലേക്കും അവകാശവാദങ്ങൾ ഉന്നയിച്ച ഗ്യാൻവ്യാപി മസ്ജിദിലും ശിവലിംഗത്തിന്റെ പ്രതീകമുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ നിയമപ്രകാരം കോടതി അതിന്റെ ഫയലിൽ പോലും സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു കേസിനെ അതിനുള്ള അംഗീകാരം ഇന്ത്യയുടെ ഉന്നത നിയമപീഠം അധികാരം കൊടുക്കുമ്പോൾ അതിന്റെ തൊട്ടുപിറകെ അത് താഴെയുള്ള കീഴ്ക്കോടതികൾക്കുള്ള ഒരു ലൈസൻസായി മാറുകയും ഈ അടുത്ത ദിവസങ്ങളിൽ സംബലിലെ ഷാഹി മസ്ജിദിനും അവിടെയും ഒരു ക്ഷേത്രത്തിന്റെ അടിത്തറയുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ആ സർവേക്കുള്ള അധികാരത്തിനെ വകവച്ചു കൊടുക്കുകയാണ്. സ്വാഭാവികമായും ബാബരി മസ്ജിദിന്റെ വിധി വരുന്ന സന്ദർഭങ്ങളിലെ നിയമങ്ങൾ മുഴുവനും അവിടെ പള്ളിയുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളെ നിരത്തി സംസാരിച്ചു വന്നിട്ട് ദൈവത്തിൽ നിന്നുള്ള ഒരു വിളിയാളമാണ് ഈ വിധി ഓപ്പോസിറ്റായി പ്രതികരിച്ചത് എന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുമ്പോൾ അത് തന്നെ നിയമത്തിന്റെ എതിരായിരുന്നു എന്നുള്ളതാണ്. അതേ വ്യക്തി തന്നെയാണ് വീണ്ടും അംഗീകാരമില്ലാത്ത സർവേക്ക് വേണ്ടി അനുവാദം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കീഴ്ക്കോടതികൾ ഒന്നിനു പിറകെ ഒന്നായി അവകാശവാദം ഉന്നയിക്കപ്പെടുന്ന പള്ളികൾക്ക് വേണ്ടി സർവേ നടത്താനുള്ള അധികാരം കൊടുത്ത് വെച്ചിൻ മണിക്കൂറുകൾ
അവിടേക്ക് അതിന്റെ അതോറിറ്റി കടന്നു വരികയും ഒരു സാവകാശം പോലും വെക്കാതെ കൃത്യമായി മുൻ ചെയ്തു വെച്ച ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലൂടെ സർവേക്കുള്ള ആളുകൾ കടന്നു വരുന്നു. തങ്ങളുടെ നാടുകളിലേക്ക് 70%-ലധികം മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു നാട്ടിലേക്ക് അവിടെ അംഗീകാരമായി കടന്നു വരുന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വിഷയം അന്വേഷിക്കുമ്പോൾ അവിടെ 5-6 മുസ്ലിം യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സാഹചര്യങ്ങളിൽ ഇക്കാര്യങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ മനസ്സുകളെല്ലാം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ടാകാം. ഇന്ത്യയുടെ സാഹചര്യങ്ങൾ എതിരായി മാറുന്നുണ്ടോ? ഒരുപക്ഷെ ഈ വർഷത്തെ ഭരണകൂടം കടന്നു വരുമ്പോ ഒരു ഏകാധിപതി എന്ന രീതിയിൽ ഭൂരിപക്ഷം ഇല്ലാതെ വന്നപ്പോ ഏതെങ്കിലും ചില പിടുത്തം കിട്ടുമെന്ന് വിചാരിച്ചിടത്താണോ തകരാറുകൾ സംഭവിക്കുന്നത് എന്ന് നമ്മളുടെ ആരുടെയെങ്കിലും മനസ്സുകൾ സംവദിക്കുന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങളുടെ ഭയം ഇവിടെ നിർഭയത്വത്തിലേക്ക് മടങ്ങാൻ കഴിയാതെ ഭയം അവരെ പിടികൂടപ്പെടുന്നുണ്ടോ? ഇന്ന് ഒരു പശുവിന്റെ മാംസം സൂക്ഷിച്ചു എന്നുള്ളതിന്റെ പേരിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് നമ്മളുടെ ഇന്ത്യ സാക്ഷ്യം വഹിക്കപ്പെടുന്ന ഒരു രംഗങ്ങളിലൂടെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നിർഭയത്വത്തെ ആഗ്രഹിക്കുന്നു. ഒരു സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. വഖഫിന്റെ പേരിൽ ഇല്ലാത്ത കിംവദന്തികൾ പരത്തി ശബരിമല പോലും മുസ്ലിങ്ങളെ പിടിച്ചടക്കാനുള്ള സമത്തിയിലേക്കാണെന്ന് ചില സംഘപരിവാറിന്റെ ആളുകൾ പ്രചാരണമുണ്ടാക്കുമ്പോ മുസ്ലിങ്ങളുടെ സമാധാനം തകരാറിലാകുന്നുവോ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പ്രിയമുള്ളവരെ, അതിനെ ഏത് രീതിയിലൂടെ കൈകാര്യം ചെയ്യണമെന്നുള്ളിടത്തല്ല, നമ്മളുടെ ഈമാനും നമ്മളുടെ വിശ്വാസവും എവിടെ നിൽക്കണമെന്നുള്ളിടത്താണ് ഈ പരിമിതമായ സമയത്തിലെ ഖുതുബ നിങ്ങളുടെ ശ്രദ്ധയിലൂടെ പെടുത്താനുള്ളത്. ഒരൊറ്റ ആയത്താണ് നമ്മളുടെ മനസ്സുകളിലൂടെ ആദ്യം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ ഒരായത്ത് നമ്മളുടെ ഹൃദയങ്ങളിലൂടെ കടന്നു വരണം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാൻ 173-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാ, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങളോട് അവരോട് പറഞ്ഞതായ സന്ദർഭമുണ്ട്. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, തീർച്ചയായും ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഫഖ്ശൗഹും, നിങ്ങൾ ഭയപ്പെട്ടേ കഴിയൂ എന്ന് നാട് മുഴുവനും ജനങ്ങളെ മുഴുവനും നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നല്ല ഭയപ്പാട് വേണമെന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞതായ സന്ദർഭങ്ങളിലൂടെ അള്ളാഹു പറയാണ്, അവർക്ക് ഭയമല്ല വന്നത്, ഫസാദഹും ഈമാനാ, അവരുടെ ഈമാന് വർദ്ധിക്കുകയാണ്, അവരുടെ ഈമാന് വർദ്ധിക്കുകയാണ്. അവര് പറഞ്ഞ വാക്ക് വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബുണ്ട്. എന്താ പറഞ്ഞേ? സന്ദർഭം കൂടെ മനസ്സിലാക്കണം. ഉഹദ് യുദ്ധം, ഉഹദ് യുദ്ധത്തിന്റെ ആദ്യ സന്ദർഭങ്ങളിലെ വിജയം, പിന്നീട് ചില പ്രവാചകന്റെ വാക്ക് മനസ്സിലാക്കുന്നതിലെ അബദ്ധങ്ങളെ പിന്നീട് വലിയ നാശത്തിലേക്ക് എത്താൻ, കൈകാലുകൾ മുറിഞ്ഞു, പല ആളുകളും സ്വഹാബത്ത് ഷഹീദായി. ആ അവസ്ഥയിൽ വേദനയോടുകൂടെ മടങ്ങാൻ. അപ്പൊ ആളുകൾ പറയാം, രണ്ടാമതും നിങ്ങൾക്കെതിരെ സംഘടിക്കുകയാണ്, അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ. പ്രിയമുള്ളവരെ, ശാരീരികമായ ശേഷിയില്ല, ആയുധങ്ങളുടെ പിൻബലങ്ങൾ കുറവാണ്. എല്ലാ അർത്ഥത്തിലും വേദനിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ രക്തത്തിലൂടെ കുളിച്ചു നിൽക്കുന്ന ദിവസമാണ്. ഈ സന്ദർഭത്തെ ബലഹീനരായ ഈ ആളുകളോട് പറയാം, വലിയൊരു സൈന്യം നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ഈമാന് തകരാനില്ല, പിന്മാറിപ്പോകാനില്ല. ഫസാദഹും ഈമാന, ഈമാനിന്റെ വർധനമാണ്. അവര് തവക്കുൽ ചെയ്തു അല്ലാഹുവിനോട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബുണ്ട്. 3 പോയിന്റ് ഇല്ലേ പ്രിയമുള്ളവരെവിടെ? ഇല്ലേ? കാരണം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭയപ്പെടുത്തലുകൾക്ക് ഒരുപാട് പഴക്കമുണ്ട്. എന്തോ ഇന്നലെയോ ഇവിടത്തെ ഒരു ഫാഷിസത്തിന്റെ ഭരണകൂടമെന്ന് പറഞ്ഞതല്ല. ഏത് കാലഘട്ടത്തിൽ ഇസ്ലാം ഇവിടെ കടന്നു വന്നിട്ടുണ്ടോ അക്കാലഘട്ടത്തിന്റെ അത്രമാത്രം പഴക്കമുണ്ട്. ഈ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നതാണ്, പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ സ്വഹാബത്തിനോട് ഇതാ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വരുന്നു എന്നും ഭീഷണികളാണ്. രണ്ടാമത് അവിടെ ആ ഒരു ഭയപ്പാട് വരുമ്പോ അതിന്റെ പിന്നിൽ ചൂളിപ്പോകാനല്ല, അവരുടെ ഈമാനെ ബലപ്പെടുത്താൻ വിശ്വാസികളായതുകൊണ്ടാണ്. പ്രിയമുള്ളവർ, ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ വിഭജിച്ച് ഇന്ന് ഇന്ത്യയായി നിലകൊള്ളുന്ന നാടിൽ ഭൂരിപക്ഷമല്ല, ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ. ന്യൂനപക്ഷമാണ്. ഭരണ സംവിധാനങ്ങൾ അവരുടെ കൈകളിൽ കുറവാണ്.
എന്നിട്ട് പോലും ഈ സമൂഹത്തിനെ, അവരുടെ വിശ്വാസത്തിനെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ പ്രമാണങ്ങളെ ഒരു ഭരണകൂടവും ഒരു നാടും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ ആദർശത്തിന്റെ കനമെത്രയാണ്, നമ്മളുടെ ഈമാന് വ്യക്തമാണ്, നമ്മളുടെ വിശ്വാസം കറക്റ്റാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഈമാന് വർദ്ധിക്കുകയാണ്. ഫസാദഹും ഈമാന എന്നീ ആയത്തിൽ നിന്ന് പഠിക്കാം. മൂന്നാമത്തെ വിഷയം, നമ്മളുടെയൊക്കെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാവണം, ഞങ്ങളുടെ റബ്ബിന്റെ സംരക്ഷണത്തിലുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഞങ്ങൾ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാ. അതിനുമേലെ ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല, ആരെക്കൊണ്ടും ഒരു തരിമ്പ് പോലും പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന് ഇബ്രാഹിം നബിയുടെ ഒരു രോമത്തിന് കരിച്ചു കളയാൻ സാധ്യമായിട്ടില്ലെങ്കിൽ, ചെങ്കടലിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു പോയ മൂസാ നബിയെ പരിവാരങ്ങളുമായി പിന്നിൽ വന്നു നിൽക്കുന്ന ഫിർഔനിന്റെ ആളുകൾക്ക് ഇല്ലായ്മ ചെയ്യാൻ നിമിഷങ്ങൾ മതിയായിരുന്നു. പക്ഷേ ആ ചെങ്കടലിനെ പിളർത്തി രക്ഷപ്പെടുത്തിയ അല്ലാഹ് ഇന്ന് ഹയ്യാണ്, ഇന്ന് ഖയ്യൂമാണ്. ആ റബ്ബിലെ തവക്കുൽ എവിടെയാ നമുക്ക് പാടണ്ടേ? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ ഉണ്ടോ? ആ ഒരു വിശ്വാസത്തിലാണ് ഈ ആയത്ത് നമുക്ക് പാഠം നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ പരിതാപകരമായ സാഹചര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഓരോ സന്ദർഭത്തിലും ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും സൂറത്ത് അൻഫാലിലെ 26-ാമത്തെ ആയത്ത്, നമ്മളെപ്പോഴും ഒരു പ്രതിസന്ധികൾ വരുമ്പോ ആ ആയത്തൊന്നിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അല്ലാ പറയാ, വദ്കുറൂ ഇദാ അൻതും ഖലീലുൻ മുസ്തദഅഫൂന ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വളരെ കുറച്ചാളുകളുണ്ടായിരുന്ന സന്ദർഭമില്ലയോ? അതിന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തഖാഫൂന അയ്യതഖത്തഫകുമുന്നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുമോ എന്ന് പോലും നിങ്ങൾ ഭയപ്പെട്ടിരുന്നൊരു കാലഘട്ടമില്ലയോ? അള്ളാന്റെ പ്രവാചകനോട് പറയും, ഏതാ കാലഘട്ടം? മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടം. വിരലിൽ എണ്ണാവുന്ന ആളുകളുണ്ട്. അർഖം ഇബ്നു അബീ അർഖം റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒളിച്ചും പതിഞ്ഞുമൊക്കെ സഹാബത്ത് ഇങ്ങനെ പോയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അല്ല പറയാ, ഫആവാക്കും, നിങ്ങൾക്കല്ല അഭയം തന്നില്ലേ, വഅയ്യദക്കും, നിങ്ങളെ അല്ല ശക്തിപ്പെടുത്തിയില്ലേ, ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായം കൊണ്ട്, വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, ഒരുപാട് ഉപജീവനങ്ങൾ ഭക്ഷണം തന്നില്ലേ. ഷാബ് അബൂ താലിബ് താഴ്വരയിൽ മൃഗങ്ങളെ പോലെ ഉപരോധിക്കപ്പെടേണ്ടി വന്ന് വിശപ്പിന്റെ കാഠിന്യങ്ങളെ കൊണ്ട് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചാലോ എന്ന് സഹാബത്ത് ആലോചിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ട്. മൃഗങ്ങളെ പോലെ പച്ചില കാർഷിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹാബത്തിന്റെ ജീവിതങ്ങളിലൂടെ. നോക്ക് നിങ്ങൾ, ഫത്ഹായിന്റെ മലൻചെരുവല് ഉമ്മയ്യത്തിന്റെ കിങ്കരന്മാര് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലല്ല, പാറനിബിഡമായ മക്കയുടെ മണ്ണില് മലർത്തിക്കിടത്തി നെഞ്ചിന് മേലെ കനമേറിയ പാറക്കല്ലും ഏറ്റുവെച്ച് ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി കെഞ്ചി പറയുമ്പോ വെള്ളം കൊടുക്കാതെ കബത്തിന്റെ തുള്ളികളെ കൊണ്ട് കാറി തുപ്പിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ മുഴുവനും ഞങ്ങളെ റാഞ്ചി കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ട സന്ദർഭങ്ങളിലും ഈമാനിന്റെ കരുത്താണ് ആകാശഗോപുരങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അല്ലാഹു അഹദ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹ് സംരക്ഷണം കൊടുത്തില്ലേ? അല്ലാഹ് അഭയം കൊടുത്തില്ലേ? അല്ലാഹ് ഭക്ഷണം കൊടുത്തില്ലേ? ഈ കാലഘട്ടം നിങ്ങളുടെ മേലെ കടന്നുപോയതിനെ നിങ്ങൾ ഓർക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ത് പ്രതിസന്ധി വന്നാലും ഈ ആയത്തൊക്കെ ഹൃദയത്തിൽ നിന്നിങ്ങനെ കടന്നു വരിക. നമ്മളൊന്നും അതുപോലെ അനുഭവിച്ചിട്ടില്ലേ പ്രിയമുള്ളവരെ? ഒന്നും അനുഭവിച്ചിട്ടില്ല. നമ്മൾ പറയില്ലേ, ഫലസ്തീന്റെ മണ്ണിലെ, ഗാസയുടെ മണ്ണിലെ കുഞ്ഞുമക്കള് ഭക്ഷണമില്ലാതെ ഇങ്ങനെ കെഞ്ചി നിൽക്കുമ്പോ സഹിക്കാൻ പറ്റൂല, ചങ്ക തകരാണ്. എന്നാൽ അതിനേക്കാൾ വലിയ ത്യാഗം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഷാബിന്റെ താഴ്വരയിൽ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ താഴ്വരയിൽ അനുഭവിച്ചു പോയ നൊമ്പരങ്ങളിൽ. പ്രിയമുള്ളവരെ,
നമ്മുടെ മനസ്സ് കരുത്താർജിക്കാൻ. അതോടൊപ്പം തന്നെ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു ന്യൂസ് കിട്ടിയാൽ, ഇപ്പൊ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, 4 ആളുകൾ കൂടി ഒരു പാവപ്പെട്ടവനെ തല്ലിക്കൊല്ലുന്ന വീഡിയോ വാട്സപ്പിൽ കിട്ടുമ്പോ നിമിഷങ്ങൾക്കകം അതിങ്ങനെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുക. അതിൽ നമ്മുടെ ഉമ്മമാരുണ്ടാവും, നമ്മുടെ പെങ്ങന്മാരുണ്ടാവും, മനസ്സിന് ഈമാന്റെ കരുത്തില്ലാത്ത ആളുകളുണ്ടാകും. ലാ യഹില്ലു ലി മുസ്ലിം, ഒരു മുസ്ലിമിനും അനുവദനീയമല്ല അയ്യുറബ്ബിഅ മുസ്ലിമ, മറ്റൊരാളെ ഭയപ്പെടുത്താൻ പേടിപ്പെടുത്തുന്ന ന്യൂസുകളെ ഫോർവേഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കാണും. അതിന്റെ ആവശ്യമുള്ളവരോട് നടപടി സ്വീകരിക്കാനുള്ള ആളുകളോട്, അതിലൂടെ പ്രതികരിക്കാനുള്ള ആളുകളോട് അറിയിക്കാന്നല്ലാതെ ഇതിങ്ങനെ ഗ്രൂപ്പുകളിൽ മനസ്സ് ദുർബലമായ ആളുകളുടെ മനസ്സുകളിലേക്കിട്ട് അവരുടെ മനസ്സിനെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം എന്താണെന്നറിയോ? അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് നിർഭയത്വം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയില്ലേ, ഞങ്ങളൊന്നുമില്ല, സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ കുറവാണ്, അല്ലെങ്കിൽ മറ്റു രീതികളിൽ ഞങ്ങൾ ഭൗതിക സൗകര്യങ്ങളൊക്കെ പിന്നിലാണ്. മുത്തുനബി പറഞ്ഞൊരു വാക്ക് നിർഭയത്വത്തിന്റെ വിഷയത്തിൽ നമ്മൾ എടുത്താൽ മതി. അയാളുടെ വിരിപ്പിൽ നിന്ന് ഒരാളെ എഴുന്നേൽക്കുന്നത് നിർഭയനായി കൊണ്ടാണെങ്കിൽ, അവന്റെ ശരീരം ആരോഗ്യവാനായിട്ടാണ് എണീക്കുന്നത് എങ്കിൽ, അതുപോലെ തന്നെ അന്നേ ദിവസത്തിന്റെ ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ദുനിയാവ് മുഴുവനും ലഭിച്ചവനെ പോലെയാണ്. ഒരു ചക്രവർത്തിക്കും മേലെയാ. എങ്ങനെ? രാവിലെ എണീക്കുമ്പോ ഒരു ഭയല്ല, നിർഭയനായിട്ടാണ്. അവന്റെ ശരീരത്തിന് രോഗമില്ല. അന്നത്തെ ദിവസം, നാളത്തെ പോലെയല്ല കേട്ടോ, അന്നത്തെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ലോകം കീഴടക്കിയവനാണ്, ദുനിയാവ് മൊത്തം കീഴടക്കിയവനാണ്. പ്രിയമുള്ളവരെ, ആ സന്തോഷം അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ? ആ നിർഭയത്വം അത്രമേൽ മൂല്യമുള്ളതാണ് എന്നുള്ളതാണ്. ഖുറൈശികളെ പറ്റി പറയും, അല്ലാഹു പറഞ്ഞു, ഖുറൈശികൾക്ക് അല്ലാഹു തആല ലഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്കല്ല ഇണക്കിക്കൊടുത്തു ശൈത്യകാലത്തും വേനൽക്കാലത്തുമുള്ള യാത്രകളെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വആമനഹും, അവർക്ക് നിർഭയത്വം കൊടുത്തു. വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി പോലും പറഞ്ഞത്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, ഈ നാടിനെ നിർഭയത്വത്തിന്റെ രാജ്യമാക്കി മാറ്റണേ അല്ലാഹ്. ഹറമ നിർഭയത്വമാണ്, ഹറമ നിർഭയത്വമാണ്. ഏത് പാതിരാവിലും ഒരു സഹോദരിക്ക് നടന്നു പോകാം. നിർഭയത്വമാണ്. അതിന്റെ ചുറ്റും അസമാധാനമുണ്ടെങ്കിലും അല്ലാഹു പറയാണ്, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനാ, ആ മണ്ണിനെ അല്ലാഹു നിർഭയത്വമുള്ള നാടാക്കിയില്ലയോ? വയുതഖത്തഫുൻ നാസു മിൻ ഹൗലിഹിം, അവരുടെ ചുറ്റും റാഞ്ചിയെടുക്കുകയാണ് ജനങ്ങൾ. സൗദിനെ നമ്മൾ പഠിച്ചാൽ, ഹറമിനെ പഠിച്ച ചുറ്റും അശാന്താണ്. സിറിയയിലെ പ്രശ്നമാണ് അല്ലേ? പലയിടത്തും ചുറ്റുഭാഗമുള്ള ഇറാഖിലൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ ആ നാടിനെ, അതാണ് അള്ളാന്റെ വാക്കാണ്, അതിന്റെ ചുറ്റും അശാന്തി നിറയുമ്പോഴും ആ നാടിനെ അല്ലാഹു നിർഭയത്വം തന്നില്ലയോ? പ്രിയമുള്ളവരെ, അത് വല്ലാത്തൊരു സമാധാനമാണ്. നാളെ സ്വർഗത്തിലേക്ക് നമ്മൾ ആനയിക്കുമ്പോഴും അള്ളാഹു ഭാഗ്യം തരട്ടെ. ഉദ്ഖുലൂ ബിസ്സലാമിൻ ആമിനീൻ, നിർഭയരായി സമാധാനമടഞ്ഞവരായി. നോക്കിയ സമാധാനത്തോടെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടന്നുവ. പ്രിയമുള്ളവരെ, നമുക്ക് ആ സമാധാനം കിട്ടാൻ എന്ത് വഴിയാ നമ്മൾ സ്വീകരിക്കാനുള്ള ദുനിയാവിൽ? നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനാവില്ല. നാട്ടുകാരെ മുഴുവൻ അടക്കി വെച്ച് എനിക്കെതിരെ പറയുന്ന ആളുകളുടെ ഒക്കെ നാവടക്കി, എനിക്കെതിരെ ആയുധമെടുക്കുന്നവരൊക്കെ നശിപ്പിച്ച്, എന്നിട്ട് ഞാൻ സമാധാനത്തോടെ ഒരു ദിവസം ജീവിക്കാന്ന് കരുതിയാൽ ദുനിയാവിൽ നടക്കൂല. ലഖദ ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ അല്ലാഹു പടച്ചത് തന്നെ ക്ലേശിൽ ഒന്നിന് പിറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ എങ്ങനെ നിർഭയത്വം ഉണ്ടാകും? പ്രിയമുള്ളവരെ, ഒന്നാമതായി മനസ്സിലാക്കേണ്ട, ഈ നിർഭയത്വത്തിന് ഭയന്നുകൊണ്ട് മതം വിടുന്ന ആളുകളെ കാണാൻ സാധിക്കും നമ്മളുടെ ചുറ്റുപാടിലും. ഇസ്ലാം വേണ്ട, കാരണം മുസ്ലിം പേരാണ് പ്രശ്നമെന്ന് കരുതി പേര് മാറുന്ന ആളുകളുണ്ട്. ഇനി വർഗീയത പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് കണ്ണി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്.
അല്ലേ? പേരില് മുസ്ലിം നാമധാരി ഉണ്ടാവും, ഹജ്ജിന്റെ കൺവീനർമാരുണ്ടാവും, അങ്ങനെ പലതും പറഞ്ഞ് തങ്ങളെന്നുള്ള ലേബിളുള്ള ആളുകളുണ്ടാവും. പക്ഷെ പേടിയാണ്, മുസ്ലിം ലേബിളിൽ നിന്ന പേടിയാണ്. അതുകൊണ്ട് പേര് മാറ്റാതെ അതിന്റെ സഹചാരിയായി കൂടെ നിന്നാൽ സമാധാനം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലാഹു പറയാ, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, വിശ്വാസികളാണ്, അവരുടെ വിശ്വാസത്തിന്റെ കൂടെ അക്രമം കലർത്താത്ത ആളുകളുണ്ടോ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് അല്ലാഹു നിർഭയത്വങ്ങളെ കൊടുക്കുന്നത്. നിർഭയത്വമാർക്ക? വിശ്വാസത്തിന്റെ കൂടെ ളുൽമ കലർത്താത്തവർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന വിശ്വാസിയാണ്, പക്ഷെ ഞാനൊരു മുസ്ലിമാന്ന് പറഞ്ഞ പ്രശ്നമല്ലേ? അതുകൊണ്ട് ആ ഉത്സവത്തിന് പോയിട്ടൊന്ന് കൈ തൊഴുതു കൊടുത്ത് അവിടെ ഒരു സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് ആ ബഹുദൈവാരാധനയിലൊന്ന് കണ്ണി ചേർന്ന്, കാരണം ഞാനെന്ന് മുസ്ലിമാണ്, നിസ്കാരത്തിൽ വരെ അള്ളാഹിനോട് എടുക്കുന്ന പ്രതിജ്ഞയിൽ വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നവൻ ജീവിതത്തിൽ ആ നട്ടെല്ല് നഷ്ടപ്പെടുത്തിയിട്ട് ളുൽമ ജീവിതത്തിൽ കലർത്തിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂല എന്ന് അല്ലാഹു തആല. അതിനപ്പുറമൊന്നുമില്ലല്ലോ, പടച്ചോനേക്കാളും മേലൊന്നുമില്ലല്ലോ. അല്ലാഹു പറയാൻ, നിങ്ങളുടെ വിശ്വാസത്തിൽ ളുൽമ വരാതെ, ശിർക്ക് വരാതെ നിങ്ങൾ നിൽക്കുന്നുവോ അവർക്കാണ് അല്ലാഹു തആല നിർഭയത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള നന്ദികേട് കാണിച്ചാൽ നിർഭയത്വം എന്ന അനുഗ്രഹം അല്ലാഹു ഇല്ലാതാക്കും. അള്ളാഹിനോട് നന്ദികേട് കാണിച്ചാൽ അവൻ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. ശിർക്കടക്കമുള്ള തിന്മകളുടെ വ്യാപനമാണ്, കുത്തൊഴുക്കാണ് മനുഷ്യന്റെ നിർഭയത്വത്തിനെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ സഹായം വേണം, നിർഭയത്വം വേണമെന്ന് പറഞ്ഞു. അള്ളാന്റെ പള്ളിക്ക് നിസ്കരിക്കാൻ വരാൻ അതിന് നമ്മളെ കിട്ടൂല. പടച്ചോനിൽ തവക്കുൽ ചെയ്ത് പറയാൻ അതിന് നമ്മൾ കിട്ടൂല. നിങ്ങൾ ആലോചിക്ക്, സുബൈൻക്ക് പള്ളിയിൽ 3 ആള് വരണ പള്ളിയാണെങ്കിൽ പോലും ആ പള്ളിയിൽ ഇതൊരു ബഹളം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഓടിയെത്താൻ ആയിരക്കണക്കിന് ആളുകളാണ്. ഈ ആളുകളൊക്കെ എവിടെ? അള്ളാഹിനോട് പറയാൻ, അള്ളാഹിനോട് നിസ്കരിക്കാൻ, അവനോട് മനസ്സാമീപ്യമുണ്ടാവാൻ. അതുകൊണ്ട് ശിർക്കടക്കമുള്ള തിന്മകളുടെ വ്യാപനങ്ങളാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, വകുല്ലു ഷൈഇൻ ദാഖിലുൻ ഫിൽ ളുൽമ, എല്ലാ ശർറുകളും അത് ളുൽമിൽ നിന്ന് കടന്നു വരുന്നതാണ്. എല്ലാ ഷർറുകളും അതാണ്. വഅസ്ലു കുല്ലി ശർറിൻ ഹുവൽ ജഹ്ലു വൽ ളുൽമ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, എല്ലാ അക്രമങ്ങളും നോക്കിയേ, എല്ലാ അക്രമങ്ങളിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നുമാണ് ഷർറുകൾ സമൂഹത്തിലൂടെ കടന്നു വരുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവിനോട് സമാധാനത്തോടെ ജീവിക്കുമ്പോ, എല്ലാ സൗകര്യത്തിന് ജീവിക്കുമ്പോ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചാൽ അല്ലാഹു അത് എടുത്തു കളയുമെന്ന് ഖുർആൻ. വല്ലറബല്ലാഹു മസലൻ ഖറിയ, ഒരു നാടിന്റെ ഉദാഹരണം നിങ്ങളോട് പറയാണ്. കാനത്ത് ആമിന, അത് നിർഭയമായ നാടായിരുന്നു. മുത്മഇന്ന, ശാന്തതയുള്ള നാടാണ്. യഅതിഹാ റിസ്ഖുഹാ റഅദാ, അതിനുള്ള ഉപജീവനം അല്ല ഭക്ഷണമായി നൽകിയിരുന്നു. മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും അവരുടെ ഉപജീവനം ഉണ്ടായിരുന്നു. ഫകഫറത്, അവര് നന്ദികേട് കാണിച്ചപ്പോ, അള്ളാന്റെ നിഅമത്തുകളോട് നന്ദികേട് കാണിച്ചപ്പോ, ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, വിശപ്പിന്റെ വസ്ത്രം, ഭയപ്പാടിന്റെ വസ്ത്രം അല്ലാഹു അവരെ അനുഭവിപ്പിച്ചു, ആസ്വദിപ്പിച്ചു. ബിമാ കാനൂ യസ്നഊൻ, അവരുടെ പ്രവൃത്തി കാരണത്താൽ. ഈ നാടേതാണെന്ന് തഫ്സീറുകളിലൂടെ കാണാൻ സാധ്യമല്ല. മക്കയടക്കമുള്ള ഏത് രാജ്യങ്ങൾക്കും ഈ നിയമം ബാധകമാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ അഖിലവും വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അല്ലാഹ് നിഅമത്ത് കൊടുത്ത്, അല്ലാഹ് നിർഭയത്വം കൊടുത്ത് അനുഗ്രഹിച്ച നാട്ടിൽ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നുണ്ടോ നിങ്ങൾ? ആ സുഭിക്ഷതയുടെ കുപ്പായം അല്ലാഹു ഊരിമാറ്റും. നിർഭയത്വത്തിന്റെ കുപ്പായം അല്ലാഹു ഊരിമാറ്റും. അവരെ വിശപ്പവരറിയും, അവർ ദാരിദ്ര്യം അറിയും, അവർ ഭയപ്പാടറിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിലൊക്കെ ഒട്ടനവധി ഭയപ്പാടിന്റെ സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നാലും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് തളരില്ല, അവന് പതറില്ല. കാരണം എന്താണ്? എന്റെ റബ്ബ് കണക്കാക്കിയതല്ലാതെ. നമ്മുടെ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം പൊട്ടിയാൽ എന്താ പറയാ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. നീ നൽകിയതിനെ തടുക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല, നീ തടുത്തത് നൽകാൻ ഒരാളെ കൊണ്ട് പോലും കഴിയില്ല.
നിങ്ങൾക്കറിയോ, അബ്ബാസിയ ഭരണാധികാരിയുടെ മുന്നിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഇമാമിനെ കൊണ്ടുവരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിന്റെ പേരില? ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയല്ല, കലാമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ തലവെട്ടാൻ വേണ്ടി കൊണ്ടുവരാം. പലരും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊന്ന് വാക്ക് മാറ്റി പറഞ്ഞാൽ മതി, ജീവൻ രക്ഷപ്പെടാം. അദ്ദേഹം പറയാൻ, ഞാൻ എന്റെ ജീവന് വേണ്ടി വാക്ക് മാറ്റി പറഞ്ഞാൽ നാളെ ആളുകളൊക്കെ പറയും ഇമാം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് എന്റെ ജീവൻ എനിക്ക് പ്രശ്നമില്ല, അള്ളാന്റെ ഹക്ക് നിലനിൽക്കണം എന്നുള്ളതാണ്. രാത്രിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന്, കൂടെയുണ്ടായിരുന്ന സഹതടവുകാർ മരണപ്പെട്ടിരുന്നു, അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഖലീഫയുടെ കൊട്ടാരത്തിന്റെ അവിടെ രാത്രി കൊണ്ടുവന്ന് നിർത്തി. സുബഹി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തലവെട്ടാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. സുബഹിക്ക് കേൾക്കുന്ന മരണവാർത്ത ഖലീഫ അബ്ബാസിയ ഭരണാധികാരി ലോകത്തോട് വിട പറഞ്ഞു. അള്ളാന്റെ ആത്മാർത്ഥതയിൽ ഉറച്ചു നിന്ന ഇമാം അബൂ ഹനീഫ നിസ്സാരല്ലാട്ടോ, 28 കൊല്ലാണ്. കയ്യും കാലും ചങ്ങലകളാൽ ബന്ധിച്ച് വുളു എടുക്കാനുള്ള വെള്ളം മുന്നിൽ വെച്ചു കൊടുത്തിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് വുളു എടുക്കാൻ പറയുമ്പോ എങ്ങനെ കഴിയാനാ? ഒക്കെ ബന്ധനത്തിലല്ലേ. ചമ്മട്ടി കൊണ്ടടിച്ച് ലോകം കണ്ട മഹാപണ്ഡിതനെ അള്ളാന്റെ കലാമിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ കാലം മാറിയില്ലേ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പലതും എന്തേ അവരുടെ മനസ്സിനെ തളർത്താത്തത്? അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഇനി ഇതൊക്കെ അനുഭവിച്ചാലും ആസിയ ബീവി ഫിർഔനിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പറഞ്ഞൊരു വാക്കില്ലേ, റബ്ബി ബനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു മണിമാളിക. ഈജിപ്തിന്റെ കൊട്ടാരം എനിക്ക് വേണ്ട, ഫിർഔനിന്റെ സൗകര്യങ്ങൾ വേണ്ട, ഫിർഔനിന്റെ ആധിപത്യങ്ങൾ വേണ്ട. അല്ലാഹ് നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തില് ഒരു മണിമാളിക തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ ആസിയ ബീവി. അങ്ങനെ ഈമാനിനൊന്ന് ഏത് മേഖലയിലെ പ്രിയമുള്ളവരെ നമുക്ക് പേടി തോന്നാൻ എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ഈമാനിന് ഇവിടെ വളവുള്ളുണ്ട്. ഇല്ലെങ്കിൽ എന്തെന്നെ സംഭവിച്ചാലും ഇപ്പോ മറ്റുള്ളവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പെടാപാടപ്പെടുന്നെങ്കിൽ നമ്മൾ മരിച്ചാലും അൽഹംദുലില്ലാ. സ്വഹാബത്തൊക്കെ രണഭൂമിക്ക് ഇറങ്ങുമ്പോ ഷഹീദാക്കണെ പറഞ്ഞിട്ടിറങ്ങുക, പിന്നെ അവർക്ക് ആരെങ്കിലും പേടിക്കണ്ടോ? ആരെങ്കിലും ഭയപ്പെടാണ്ടോ? അതുകൊണ്ട് ഏത് ഫാഷിസത്തിന്റെ ഏത് കൂർത്ത മുഖങ്ങൾ വന്നാലും സമാധാനമില്ലാത്തൊന്നുമില്ല. ഇനി പ്രിയമുള്ളവരെ, നിർഭയത്വം വേണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതില്ലാതെ സമാധാനം കിട്ടൂല. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിലെ വിശ്വാസികളോട് സൽക്കർമ്മങ്ങൾ ചെയ്തവരോട് അല്ലാഹു വാഗ്ദാനം തന്നിട്ടുണ്ട്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ്, പ്രാതിനിധ്യം നൽകുന്നതാണ്. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം, ഇവരുടെ മുമ്പ് പ്രാതിനിധ്യം കൊടുത്തവരെ പോലെ. അപ്പൊ അള്ളാന്റെ വാക്കെന്താ? വിശ്വാസികളാണോ അമലുസ് സാലിഹാത്ത് ചെയ്യുന്നവരാണോ പ്രാതിനിധ്യം ഉണ്ടാവും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഫലസ്തീനിന്റെ മക്കൾ ചിരിച്ചിട്ടല്ലാതെ ലോകത്തിന് അവസാനമില്ല. ഫലസ്തീന്റെ മക്കൾ ചിരിച്ചിട്ടല്ലാതെ ലോകത്തിന് അവസാനമില്ല. ഫാഷിസങ്ങളൊക്കെ തകർന്നടിയും പ്രിയമുള്ളവരെ. അതിനൊന്നും അധികകാലത്തിന്റെ നിലനിൽപ്പില്ല. ഒന്നര പിറകൊന്ന് വരുമെങ്കിലും ഒന്നും അധികകാലം നിലനിൽക്കില്ല. അല്ലാഹ് പറയാ, അള്ളാന്റെ കരാറ, നിങ്ങൾ ഈമാൻ കറക്റ്റാണോ, അമലുസ് സാലിഹാത്തുണ്ടോ, അല്ലാഹ് പ്രാതിനിധ്യം നൽകാം. അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കുന്ന ആസക്തിപ്പെടുന്ന അള്ളാന്റെ ദീൻ അല്ലാഹു തആല നിങ്ങൾക്ക് പുലർത്തിത്തരും, സൗകര്യം തരും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഭയത്തിന് പകരമായി അല്ലാഹ് നിർഭയത്വം തരാം. നിങ്ങൾക്ക് ഭയത്തിന് പകരമായി അല്ലാഹ് നിർഭയത്വം തരാം. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, എന്നോടൊന്നിനെയും പങ്കു ചേർക്കല്ലേ. എന്നെ മാത്രം ആരാധിക്കുക, എന്നോടൊന്നിനെയും പങ്കു ചേർക്കല്ല. ആ റബ്ബിലുള്ള പ്രതീക്ഷ, എന്റെ റബ്ബിനേക്കാൾ കഴിവുള്ളവനില്ല, കേൾക്കുന്നവനില്ല, അറിയുന്നവനില്ല, ഉത്തരം നൽകാൻ കഴിവുള്ളവനില്ല, അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിലുള്ള പ്രതീക്ഷയായി അവനെ മാത്രം ആരാധിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, എന്നിട്ട് വിശ്വാസത്തോടെ അമലുസ് സാലിഹാത്ത് ചെയ്തോ, പ്രാതിനിധ്യം ഉണ്ടാവും, മതമായി ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഭയത്തിന് പകരം നിർഭയത്വം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാർശ്വം മുറുകെ പിടിച്ച് ഈമാനിന്റെ കരുത്തിൽ ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത് നമുക്ക് നിർഭയത്വമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് ദുനിയാവിലെ എന്ത് പ്രതിസന്ധി തരണം ചെയ്താലും, ഇത്തിരി പോന്ന ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചാലും നമ്മളുടെ ലക്ഷ്യം പരലോകമാണ്. അവിടെ ഒരിക്കലും ഭയപ്പെടുന്നൊരു സാഹചര്യം നമുക്ക് ഉണ്ടാവരുത്. ആഖിറത്തിൽ നമുക്ക് നിർഭയത്വം കിട്ടണം. അത് ഏറ്റവും പ്രധാനമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിന്റെ 40-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട്, അഫമൻ യുൽഖാ ഫിന്നാരി ഖൈർ അമ്മൻ യഅതി ആമിന യൗമൽ ഖിയാമ, നരകത്തിൽ എറിയപ്പെടുന്നവനാണോ അതല്ല ഖിയാമത്ത് നാളിൽ ഒരു ഭയമില്ലാതെ നിർഭയത്വത്തോടെ കടന്നു വരുന്നവനാണോ? ആരാണ് ഖൈർ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഉത്തരം നമ്മളുടെ മനസ്സിലുണ്ട്, ഒരു ഭയമില്ലാതെ. കാരണം എന്താണെന്നറിയോ? ഈ തിരിപ്പോന്ന ജീവിതം ഇവിടെ ഇരിക്കണം. നമ്മളൊക്കെ ആലോചിച്ചൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞതാ കൂടുതൽ, അല്ലേ? ജീവിച്ചു തീർത്തതാണ് കൂടുതൽ. ഇനി ജീവിക്കാനുള്ളത് വളരെ കുറച്ചാണ്. ഈ ഇത്തിരി പോകുന്ന ജീവിതത്തിലെ ഇനി എന്തെങ്കിലുമൊക്കെ ഏറി വന്നാൽ നമ്മളെ കൊല്ലുമായിരിക്കും, അല്ലേ? തരല്ലേ പറ്റുള്ളൂ. പക്ഷേ ആഖിറം, അവിടെ മരണമില്ല. തുമ്മല യമൂതു ഫീഹ വലാ യഹ്യ. അന്ന് ഈ ഫാഷിസത്തിന്റെ ആളുകൾ, വർഗീയവാദികളായ ആളുകൾ കാൽപാദം ചലിപ്പിക്കാൻ കഴിയാതെ ഭയവിഹ്വലരായി കടന്നു വരുമ്പോ നിർഭയത്വത്തോടുകൂടെ നിങ്ങൾക്ക് നിൽക്കുന്നതാണോ? ഏതാ വേണ്ടത്? നമുക്ക് തീരുമാനിക്കാൻ അതിനുള്ള വഴി എന്താണെന്നറിയും. ആ പരിഹാരം കൂടെ നമ്മളൊന്ന് ദുനിയാവിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആഖിറം നമുക്ക് നിർഭയമാകും. 2 ആയത്ത് അള്ളാഹു പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബ കഴിഞ്ഞ് പോകുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുമെന്ന നിയ്യത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ ആളുകള് സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുവാനും കഴിഞ്ഞാൽ എന്ന് പറഞ്ഞെന്താ? ഞങ്ങളുടെ റബ്ബ് അല്ലയാണ്. പറയാൻ നമുക്കൊക്കെ പറ്റും, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റും. പറഞ്ഞിറങ്ങലല്ല, ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവണം. മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയണം. റമദാനിൽ നമ്മൾ നന്നാവും, ശവ്വാൽ നമ്മൾ കുറച്ച് പുറകോട്ടു അല്ല. ആ നന്നായതിനെ ഇസ്തിഖാമത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു അല്ലാതെ ഒരു ആരാധനയില്ല എന്ന് പറയുമ്പോ ജീവിതത്തിലുടനീളം ആ ഇസ്തിഖാമത്തുണ്ടോ? അങ്ങനെ ജീവിക്കാൻ തയ്യാറുണ്ടോ? ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും പേടിക്കാനില്ല. വലാഹും യഹ്സനൂൻ, സങ്കടപ്പെടാനില്ല. സന്തോഷങ്ങളുടെ പരദീസകൾ മാത്രമാണ്. 2ാമത്തെ വിഷയം അല്ലാഹു പറയാണ്, മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ ആ നന്മയുടെ കനം എത്രയാണെന്നറിയുമോ? ഫലഹു ഖൈറും മിൻഹാ വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. ആ നന്മ കൊണ്ടുവന്നാൽ അതിന്റെ ഖൈർ അല്ലാഹു പറയാണ്. ഭയങ്ങൾ നിറയുന്ന ആഖിറത്തിലെ ഫസഇലെ നല്ല ഭയവിഹ്വലതകൾ വരുമ്പോ അന്ന് ആ ഭയവിഹ്വലതയുടെ നാളിൽ അല്ലാഹ് നിർഭയത്വം കൊടുക്കുന്നത് അമലു സാലിഹാത്തുകളുമായി ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്. ഈ 2 കാര്യങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, അതിനനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാവുക, സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുക. നേരത്തെ ഉദ്ധരിച്ച ആയത്തിൽ അല്ലാഹ് പറഞ്ഞെന്താ? ദുനിയാവിൽ നിർഭയത്വം തരും. ഇവിടെ അല്ലാഹ് പറഞ്ഞു ആഖിറത്തിലും നിർഭയത്വം തരും. പ്രിയമുള്ളവരെ, അള്ളാന്റെ സഹായത്തിലുപരി ആരെ കിട്ടിയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഒപ്പിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയവാദികൾ പറയുമ്പോ നമ്മൾ നിങ്ങളുടെ കൂടൊക്കെ തന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള നട്ടല്ലില്ലാത്ത പ്രവണത കാണിച്ചാൽ ഒരുപക്ഷെ ഇവിടുത്തെ സംഘി മനസ്സുകൾ നിങ്ങൾ ഏറ്റെടുത്തേക്കാം. പടച്ചോ നിങ്ങളെ കൈവടിയും, പടച്ചോ നിങ്ങളെ കൈവടിയും. എന്നും ജീവിക്കുന്ന നാളിലെ ഇതുപോലത്തെ ഏത് പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാലും, ഏത് പ്രലോഭനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയാലും, ഏത് പള്ളികളുടെ മേലെ കയ്യേറുമെന്ന് പറഞ്ഞാലും, എന്തിന്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും വിശ്വാസത്തെ കരൂല. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബുണ്ടെന്ന ഈമാനിന്റെ കരുച്ചിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. അല്ലാഹു ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ല. ഒരുപാട് രോഗത്തിന്റെ പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ടല്ല.
കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ, കുടിക്കുന്ന വെള്ളത്തിന് പോലും ലിമിറ്റേഷൻസ് രേഖപ്പെടുത്തപ്പെടുമ്പോൾ, അതുപോലെ തന്നെ മാരകമായ വേദനകളെ കടിച്ചമർത്തുന്നവരെ എല്ലാം അറിയുന്ന റബ്ബേ, ഖൈറ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ, ഖൈറ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, വിശേഷ ഞങ്ങളുടെ മാതാപിതാക്കൾ മഅ്ഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخوان المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي عزة وفي لبنان وفي ناحية البلاد. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.